ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ജേണിയുടെ മൂന്നാമത്തെ ദിവസമാണ്. യൂഷ്വലി ഞാൻ ഒരു പ്ലാനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് മൂന്നാമത്തെ ദിവസം വെയിറ്റ് ചെക്ക് ചെയ്യുന്നതാണ്. ഒത്തിരി ടെംപ്റ്റേഷൻ ഉണ്ടായിരുന്നു വെയിറ്റ് ചെക്ക് ചെയ്യാൻ. പക്ഷേ ഞാൻ വിചാരിച്ചു ഒരു 5th or 7th ഡേ ആവട്ടെ എന്നിട്ട് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും. എല്ലാ ദിവസവും വെയിറ്റ് ചെക്ക് ചെയ്യുന്ന ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ടാവും. അതുപോലെ തന്നെ ഒരു ദിവസം തന്നെ 3-4 തവണ വെയിറ്റ് ചെക്കുന്നവരെയും എനിക്കറിയാം. അപ്പോൾ എപ്പോഴൊക്കെ നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്യാം, എപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുക, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമാണോ, അല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്യണോ, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ മതിയോ, 1 മാസം കൂടുമ്പോൾ മതിയോ എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ എൻ്റെ ഡേ 3യും സ്റ്റാർട്ട് ചെയ്തു. രാവിലെ എഴുന്നേറ്റു. അതിനുശേഷം ഞാൻ കുറച്ച് നേരം ഒരു 6 റൗണ്ട്സ് സൂര്യ നമസ്കാരം ചെയ്തു. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് ആരൊക്കെ സ്റ്റാർട്ട് ചെയ്തു എന്നൊന്ന് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ. ഒത്തിരി നല്ലതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രത്തോളം ബെനിഫിഷ്യൽ ആണെന്ന്. അതുപോലെ ഇന്ന് നല്ല ബോഡി പെയിൻ ഉണ്ട്. എനിക്ക് പ്രത്യേകിച്ച് കാല് നല്ല പെയിൻ ഉണ്ട്, നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ മോർണിംഗ് എഴുന്നേറ്റ ഉടനെ ഈ ഒരു സ്ട്രെച്ചിങ് കൈൻഡ് ഓഫ്, ശരിക്കും ഈ ഒരു സൂര്യ നമസ്കാരം എന്ന് പറയുന്ന ഒത്തിരി സ്ട്രെച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു പ്രാക്ടീസാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ തന്നെ കൈക്കും കാലിനും നടുവിനും ഒക്കെ നല്ലൊരു സുഖമാണ്. അപ്പോൾ ഇത് ചെയ്ത് തുടങ്ങിയവരൊക്കെ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നിരുന്ന കാര്യം വെയിറ്റ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ വെയിറ്റ് ചെക്ക് ചെയ്യുന്നവരെ അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യുന്നവരെ നമുക്ക് 3 കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് വീക്ക്ലി വെയിറ്റ് ചെക്ക് ചെയ്യുന്നവരാണ്. രണ്ടാമത്തെ കാറ്റഗറി എല്ലാ ദിവസവും വെയിറ്റ് ചെക്ക് ചെയ്യുന്നവർ, പ്രത്യേകിച്ച് ഒരു ദിവസം തന്നെ 3-4 തവണ വെയിറ്റ് ചെക്ക് ചെയ്യുന്നവർ. പിന്നെയുള്ളത് 2 വീക്സ് വൺസ് അല്ലെങ്കിൽ മന്ത്ലി വൺസ് ഒക്കെ വെയിറ്റ് ചെക്ക് ചെയ്യുന്നവരാണ്. ഇതിൽ ഏറ്റവും നല്ലൊരു പ്രാക്ടീസ് എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്യുന്നതാണ്. അതും ഒരേ സമയത്ത് തന്നെ ഒരേ ഡ്രസ്സിൽ തന്നെ മോർണിംഗ് ടൈമിൽ റെസ്റ്റ് റൂമൊക്കെ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ആവറേജ് വെയിറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരാഴ്ച കൊണ്ട് നമുക്ക് എന്തൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പവും അതുപോലെ തന്നെ ചെറുപയറിൻ്റെ കറിയാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ എക്സസൈസ് എന്നുള്ള രീതിയിൽ ആ ഒരു സൂര്യ നമസ്കാരമാണ് ഞാൻ ചെയ്തത്. അതിനുശേഷമുള്ള എൻ്റെ ഫസ്റ്റ് മീലാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. ഇത് ഏകദേശം ഒരു 9 o'clock ഞാൻ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം കുറച്ച് കിച്ചൺ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തോരനായിട്ട് കോവക്കയുടെ ഉപ്പേരിയാണ് വെച്ചത്. പിന്നെ ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വന്നതിന് ശേഷം 10 to 11 ഞാൻ വർക്ക് ചെയ്തു. അതിനുശേഷം നമ്മുടെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ വർക്കൗട്ടിനെ പറ്റി കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്ത് വർക്കൗട്ടാണ് ചെയ്യുന്നത്, എവിടെ നോക്കിയിട്ടാണ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ കുറേ പേർക്ക് നമ്മൾ ബി ഫിറ്റ് സ്ക്വാഡിനെ പറ്റി അറിയില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ബി ഫിറ്റ് സ്ക്വാഡ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ഫിറ്റ്നസ് ക്ലബ്ബാണ്. ഞാനാണ് അതിൻ്റെ ഫൗണ്ടർ. എൻ്റെ കൂടെ തന്നെ നിഷ, ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്തത്. ഇപ്പോൾ 3 വർഷമായിട്ട് നമ്മൾ വളരെ സക്സസ്ഫുള്ളായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം റണ്ണിങ് ആണ്. നമ്മൾ ഇതിനോടകം തന്നെ ഏകദേശം 5,000+ ലേഡീസിനെ അവരുടെ വെയിറ്റ് ലോസ് ജേണിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എടുത്ത് പറയാനുള്ള കാരണം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലൈവ് സെഷൻ തന്നെയാണ്. 11 o'clock നമ്മുടെ ക്ലാസ് ഉണ്ട്. ആ സമയത്തുള്ള സെഷനാണ് ഞാനിപ്പം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം വേറൊരു കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ 2 weeks ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ ബി ഫിറ്റ് സ്ക്വാഡിൽ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സുംബ സെഷൻസ് ആണ് കൊടുക്കുന്നത്. 7 to 8 PM ആയിരിക്കും നമുക്ക് സുംബ ഉണ്ടാവുക. അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാനും ഉണ്ടാവും. അപ്പോൾ 2 weeks പ്ലാന് ജസ്റ്റ് 999 rupees മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊന്ന് നമ്മുടെ ബി ഫിറ്റ് സ്ക്വാഡ് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു 2 weeks കൊണ്ട് തന്നെ മാക്സിമം 6 kg ഒക്കെ വെയിറ്റ് ലോസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ നമ്മൾ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. താഴെ ഞാൻ സ്ക്രീനിലെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അഡ്മിഷൻ നമ്മൾ ഓൾറെഡി ഓപ്പൺ ചെയ്തു. 17th നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബി ഫിറ്റ് സ്ക്വാഡ് 2 weeks അൾട്ടിമേറ്റ് വെയിറ്റ് ലോസ് ചാലഞ്ച് എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ചാലഞ്ചാണ്. ഒരുപാട് കുട്ടികൾ, ഏകദേശം 80 മുതൽ 100 കുട്ടികൾ വരെ ഓരോ മാസവും നമുക്ക് അഡ്മിഷൻ എടുക്കാറുണ്ട് ഈ ഒരു ചാലഞ്ചിലേക്ക് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യുക. വേഗം തന്നെ അഡ്മിഷൻ എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇനി നമ്മുടെ വെയിറ്റ് ചെക്ക് ചെയ്യുന്ന ആളുകളുടെ രണ്ടാമത്തെ കാറ്റഗറിയിലോട്ട് വരാം. അതാണ് ഒരുവിധം കോമൺ ആയിട്ടുള്ള ഒരുപാട് പേര് എല്ലാ ദിവസവും വെയിറ്റ് ചെക്ക് ചെയ്യുന്നവർ. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ ചെക്ക് ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ വെയിറ്റിൻ്റെ ഫ്ലക്ച്വേഷൻസും നമുക്ക് വാട്ടർ വെയിറ്റ് ഗെയിൻ ആവുന്നുണ്ടോയെന്നോ നമ്മുടെ ഓരോ നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലക്ച്വേഷൻസൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പക്ഷേ നിങ്ങൾ വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ സ്കെയിൽ പെട്ടെന്ന് അപ്പാവുമ്പം, അതായത് ഇപ്പം ഇന്ന് നോക്കുമ്പോൾ 50 കിലോ, നാളെ നോക്കുമ്പോൾ 52 കിലോ, പിറ്റേന്ന് നോക്കുമ്പോൾ 50 കിലോ, ആ രീതിയിൽ ഫ്ലക്ച്വേറ്റഡ് ആയിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട്, നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആവുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. നിങ്ങൾക്ക് വീക്ക്ലി വെയിറ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡേ 3 എൻ്റെ മിഡ് മോർണിംഗ് സ്നാക്ക് നേന്ത്ര ബനാനയാണ്. ഇതിൻ്റെ കൂടെ ഞാൻ 1 tablespoon പീനട്ട് ബട്ടറും കൂടെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സസൈസ് ഫിനിഷ് ചെയ്ത ഉടനെ എന്തെങ്കിലും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് എക്സസൈസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ യൂഷ്വലി നിങ്ങൾക്ക് കഴിക്കാവുന്നത് ഫ്രൂട്ട്സ്, എന്തെങ്കിലും ഒരു ഫ്രൂട്ട് ഐറ്റം നിങ്ങൾക്ക് കഴിക്കാം. പ്രോട്ടീൻ തന്നെ കഴിക്കണം എന്നില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ച് ഇതാണ്. ഫിഷും പച്ചക്കറികളും അതുപോലെ തന്നെ കേടും റൈസും ഒക്കെ ഉണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള നമ്മൾ വീട്ടിൽ യൂഷ്വലി കുക്ക് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ തന്നെയാണ് ഞാൻ ലഞ്ചായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഒട്ടും ഫാൻസി അല്ലാത്ത നോർമൽ കേരള മീൽസ് കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് സാധിക്കും.
ഇനി മൂന്നാമത്തെ കാറ്റഗറീനെ കുറിച്ച് പറയാം. അതായത് ഈ വെയിറ്റ് ലോസിനെ പറ്റിയിട്ടൊന്നും അധികം സ്ട്രെസ് ഔട്ട് ചെയ്യാത്ത ആളുകൾ, പ്രത്യേകിച്ച് ഈ ഒരു സ്കെയിൽ കാണുമ്പോൾ സ്കെയിലിലെ നമ്പർ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന കാണുമ്പം ബുദ്ധിമുട്ടുണ്ടാകുന്ന, ഡിമോട്ടിവേറ്റഡ് ആവുന്ന ആൾക്ക് ഏറ്റവും നല്ലൊരു പ്രാക്ടീസ് എന്ന് പറയുന്നത് 2 വീക്സ് വൺസോ അല്ലെങ്കിൽ മന്ത്ലി വൺസോ ഒക്കെ വെയിറ്റ് ചെക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. എത്രത്തോളം വെയിറ്റ് നമ്മൾ കുറഞ്ഞിട്ടുണ്ട് ഈ മാസം, അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രസ് എങ്ങനെയായിരുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ വെയിറ്റ് ലോസിനെ എഫക്റ്റ് ചെയ്യുന്നതെന്നൊക്കെ ഒരു കംപ്ലീറ്റ് ഐഡിയ നമുക്ക് ഈ ഒരു രീതിയിൽ ചെക്ക് ചെയ്യുമ്പോൾ കിട്ടും. ഫിറ്റ്നസ് ജേണി ഒരു ഷോർട്ട് ടേം ഗോളായിട്ട് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേം ഗോൾ കിട്ടാൻ വേണ്ടി മാത്രം ചെയ്യുന്നവർക്ക് ഈ ഒരു സംഭവം പോസിബിൾ ആയിരിക്കില്ല. ഒരു ലോങ് ടേം ഗോളായിട്ട് ഇത് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണ് എന്ന് കരുതുന്നവർക്കൊക്കെ ഈ ഒരു രീതിയിൽ വെയിറ്റ് ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം എനിക്ക് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ജസ്റ്റ് ഒരു ടീ മാത്രമേ കുടിച്ചുള്ളൂ. രാത്രി ഡിന്നർ വളരെ നേരത്തെ ഞാൻ കഴിച്ചു, ഒരു 5:30 5:00 ആകുമ്പോൾ ഞാൻ കഴിച്ചു. ചെറുപയരും കായയും കൂടി പുഴുങ്ങിയതാണ് കേട്ടോ. ഇത് വളരെ ഹെൽത്തിയാണ്, വെയിറ്റ് ലോസിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളൊരു ഫുഡ് ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ അതോടുകൂടി എൻ്റെ ഡേ 3 ഫിനിഷ് ആവുകയാണ്. അപ്പോൾ ഇന്നും വളരെ ഓക്കെ ആയിട്ട് പോയി. മേലുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല, ഹെഡേക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഡേ എങ്ങനെ പോകുന്നു, നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേണിയൊക്കെ എങ്ങനെ പോകുന്നു താഴെ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലോ എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടെങ്കിലോ അതും താഴെ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നാളത്തെ ദിവസം കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.